അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നാരോപിച്ച് സമരവുമായി പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ. പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിലാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന മന്ത്രി വീണ ജോർജിന്റെ ഉറപ്പ് പാഴായി എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. AV ജയശങ്കർ ചേരുന്നുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എന്തൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ? അതായത് ഉന്മേഷ്, രാവിലെ മുതലാണ് പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ പ്രിൻസിപ്പാളിന്റെ ഓഫീസിന് മുന്നിലായിരുന്നു സമരം. ഇപ്പോൾ എന്തായാലും ഈ കോളേജ് കെട്ടിടം പ്രവർത്തിക്കുന്ന താൽക്കാലിക സ്ഥലത്താണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് സമരം. അല്പസമയം മുമ്പ് ഇവിടെ മഴ ഉൾപ്പെടെ പെയ്തിരുന്നു. പക്ഷേ അവർ ഇവിടെ നിന്ന് ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മാറില്ല എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സമരം ചെയ്യുന്നത്. വാഹനങ്ങൾ വേണ്ട, വ്യത്യാസങ്ങൾ വരട്ടെ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കും, അങ്ങനെ വിവിധ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് ഇവരുടെ സമരം. എവിടെ കോളേജ്, എവിടെ നീതി, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ പ്ലക്കാർഡുകളിലുണ്ട്. അങ്ങനെ ഇവരുടെ ആവശ്യങ്ങൾ, വിവിധ ആവശ്യങ്ങൾ, അതായത് സ്ഥിരമായി ഒരു സ്ഥിരം കോളേജ് കെട്ടിടം, ഒപ്പം തന്നെ ഇവർക്ക് വേണ്ട കോളേജ് ബസ്, അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിലവിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ രാവിലെ മുതൽ ഇത്തരത്തിൽ നിരന്തര സമരവുമായി രംഗത്ത് വരുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവരുടെ ആവശ്യങ്ങൾ കൂടി നമുക്കൊന്ന് ചോദിക്കാം. എന്തായിരുന്നു ശരിക്കും നിങ്ങളുടെ ഒരു ആവശ്യങ്ങൾ? എന്തൊക്കെയാണ് ആവശ്യം? നമുക്ക് സ്കൂൾ ബസ് ഇല്ല, നമുക്ക് കോളേജ് ബസ് ഇല്ല, INC-യുടെ അംഗീകാരവും ഇല്ല, നമുക്ക് സ്വന്തമായിട്ട് കോളേജ് ബിൽഡിംഗ് പോലും ഇല്ല. കാണുന്ന ഈ വാടക ബിൽഡിങ്ങിൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ചത്. അതായത് ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണോ ഈ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഒരു ഇതാണ്. INC അംഗീകാരമില്ല, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഈ കഴിഞ്ഞ വർഷം സമരമൊക്കെ നടത്തിയപ്പോൾ ഇത് ഉറപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇതൊക്കെ ശരിയാക്കുന്നു, അതിലെന്തെങ്കിലും പരിഹാരമൊക്കെ ഉണ്ടായോ? ഈ പേപ്പർ വർക്കുകൾ റെഡി ആയെന്നുള്ളൂ, അല്ലാതെ നമുക്ക് കോളേജ് ബസ് ഒന്നും നമുക്ക് ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല. വാഗ്ദാനങ്ങൾ വരുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും കാര്യങ്ങളായിട്ടൊന്നും നടക്കുന്നില്ല. നിങ്ങളൊക്കെ ഓപ്പൺ മെറിറ്റിൽ വന്ന വിദ്യാർത്ഥികളല്ലേ? മെറിറ്റ് സീറ്റിൽ വന്നത് നമ്മൾ +2 മാർക്കിന്റെ ബേസിസിൽ മെറിറ്റ് സീറ്റിലാണ് വന്നത്. എല്ലാവരും തന്നെ 97-98% മാർക്കുള്ളവർ, അതിൽ എബവ് മാർക്കുള്ളവരാണ് എല്ലാവരും തന്നെ. അങ്ങനെ അതിന് വേണ്ട ഒരു സൗകര്യം ഇവിടെ ഇല്ല അല്ലേ? വേണ്ട രീതിയിലുള്ള സൗകര്യമൊന്നുമില്ല. ഇപ്പം ഈ കെട്ടിടത്തിൽ 118 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. 118 കുട്ടികൾക്കായിട്ട് 2 ബാത്റൂം എങ്ങനെ സാധിക്കും? ഈ ലാബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ സൗകര്യം ഇവിടെ ഉണ്ട്. ലാബ് എന്ന് പറയുമ്പം ഒരു നഴ്സിംഗ് കോളേജിന് ഒരുപാട് ലാബുകൾ വേണം. ചൈൽഡ് ഹെൽത്ത് ലാബ്, അഡൽട്ട് ഹെൽത്ത് ലാബ്, അങ്ങനെ പല ലാബുകൾ, കമ്മ്യൂണിറ്റി ലാബ്, അങ്ങനെ ഒരുപാട് ലാബുകൾ വേണം. ലാബ് സൗകര്യങ്ങൾ അത് INC-യുടെ മാനദണ്ഡം അനുസരിച്ചുള്ള ഒരുപാട് ലാബ് സൗകര്യങ്ങൾ അല്ലാത്ത മറ്റ് പല സൗകര്യങ്ങളും വേണം. അതൊന്നും പുറമേ കണ്ടാൽ തന്നെ അറിയാം, ഒന്നും ഈ വന്ന് പെട്ടെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും വന്ന് പെട്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഉള്ള പ്രത്യേകിച്ച് ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾ, അതായത് ഞങ്ങൾ LBS-ൽ അപേക്ഷ വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഈ കോളേജസ് പുതിയ കോളേജസ് ഗവൺമെൻറ് തുടങ്ങുകയാണെന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ അതിന് മുമ്പ് ബാക്കി ഇവിടെ ഉള്ള എല്ലാ കുട്ടികൾക്കും മറ്റ് പ്രൈവറ്റ് കോളേജുകളിലോ അല്ലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ ഒക്കെ നേരത്തെ അഡ്മിഷൻ കിട്ടിയതാണ്. അപ്പോൾ ഗവൺമെൻറ് കോളേജ് ആണല്ലോ, ഗവൺമെൻറ് സീറ്റ് ആണല്ലോ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ് ഇവിടെ എല്ലാവർക്കും അവരവരുടേതായ ഓരോ സങ്കടകഥകൾ പറയാനുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഗവൺമെൻറ് സീറ്റിലേക്ക് എല്ലാവരും വന്നത്. ഇപ്പം എനിക്ക് കിട്ടിയത്, എൻ്റെ വീടിന് തൊട്ടടുത്ത് കിട്ടിയ ഒരു കോളേജായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് സീറ്റ് ആണെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. ബുദ്ധിമുട്ടായി. അതായത് വിദ്യാർത്ഥികൾ അതാണ് പറയുന്നത്. അതായത് ഈ നഴ്സിംഗ് കൗൺസിലിൻ്റെ പോലും അനുമതി ഈ കോളേജിനില്ല. അത്തരം അനുമതി ഇല്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ തങ്ങൾ എങ്ങനെ പഠിക്കും, എങ്ങനെ മുൻപോട്ട് പോകുമെന്നാണ് ഈ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യം. നമ്മൾ ഈ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ ഈ വിഷയം സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് മലയാളപ്പുഴയിൽ ഒരു താൽക്കാലിക കെട്ടിടം കണ്ടെത്തിയിട്ടുണ്ട്, അങ്ങോട്ട് ഉടൻ മാറും, ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ബസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വരും ദിവസങ്ങളിൽ വരുമെന്നാണ്. പക്ഷേ വിദ്യാർത്ഥികൾ അത്തരം കാര്യങ്ങളിൽ തൃപ്തരല്ല. അവർ പിന്നിൽ കാണുന്ന പോലും തീരുമാനങ്ങൾ അംഗീകരിക്കും വരെ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. തത്വത്തിൽ ഇവരുടെ കാര്യങ്ങൾക്ക് ന്യായമുണ്ട്. കാരണം ആരോഗ്യമന്ത്രിയുടെ മണ്ഡലമാണ്. അവിടെ ഒരു താൽക്കാലിക കെട്ടിടത്തിൽ ഒരു വർഷത്തിലധികമായി ഒരു നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നു. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. കഷ്ടപ്പെട്ട് പഠിച്ച് മെറിറ്റ് സീറ്റിൽ പത്തനംതിട്ട നഴ്സിംഗ് കോളേജ് അഡ്മിഷൻ വാങ്ങിയ വിദ്യാർത്ഥികളാണ് ഇങ്ങനെ മഴയും വെയിലും ഒന്നും വകവെക്കാതെ ഇങ്ങനെ ഇരുന്ന് സമരം ചെയ്യേണ്ടത്. പഠിക്കാൻ വന്നവർ സമരം ചെയ്യേണ്ട അവസ്ഥയാണ് ഉന്മേഷ് ഇവിടെ. AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ വിവരങ്ങൾ നൽകിയത്.